ഓണായിട്ട് വെറൈറ്റി ആയിട്ടൊരു ഓറഞ്ച് കളറിലുള്ള പാലട പായസം തയ്യാറാക്കി എടുത്താലോ? എപ്പോഴും പിങ്ക് പാലട അല്ലേ തയ്യാറാക്കി എടുക്കാറ്. അപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചുവട് കട്ടിയുള്ള നല്ല പാത്രത്തിൽ തന്നെ പായസം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള റോഷ് കുക്ക്വെയർ, ഇന്ത്യസ് നമ്പർ 1 ട്രഡീഷണൽ കുക്ക്വെയർ കമ്പനിയിൽ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു പായസം ഉരുളിയിലായിട്ട് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബ്രോൺസ് ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അടിപൊളി ഫിനിഷിങ്ങിലും ഒക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. എനിക്ക് ബ്രോൺസ് പാത്രത്തിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. അതൊരു തവണ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് കാലങ്ങളോളം തലമുറകൾ കൈമാറിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ട ഒരു ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തോളൂ. അത് നമുക്ക് അട ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. ഞാനവിടെ 100 ഗ്രാം അരിയട ആട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അതേപോലെ തന്നെ ഒരു 2 വലിയ ക്യാരറ്റ് ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ടിരുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഓറഞ്ച് കളറിന് കാരണക്കാരൻ ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ പാല് ഞാൻ 1.5 ലിറ്റർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അട ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അട നന്നായിട്ട് വെന്ത് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കണ്ടൻസ് മിൽക്കും ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പം മധുരം പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ക്യാരറ്റ് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. അതും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു പാലട പായസം. നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചങ്ങ് ഒഴിച്ച് കൊടുത്താൽ അടിപൊളി പാലട പായസം സെറ്റാണ്. പിന്നെ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കാം. അവരുടെ ചെന്നൈയിലുള്ള ഷോറൂമിൽ നേരിട്ട് പോയാലും പർച്ചേസ് ചെയ്യാവുന്നതാണ്.